ടീച്ചർ എന്ന് പറയുന്ന സമയത്ത് അവർക്ക് മുസ്ലിം വിരുദ്ധത അല്ലെങ്കിൽ മറ്റു മതക്കാരോടൊരു വിരുദ്ധത ഉണ്ട് എന്നുള്ള രീതിയിലേക്കാണ് വരുന്നത്. ഇപ്പൊ ഞാൻ ഇവിടെ താമസിക്കുന്നത്, എന്റെ ചുറ്റും മുസ്ലിങ്ങളാണ്. ശശികല ഇതെങ്ങനെ സാധിക്കുന്നു? ഇപ്പോ ശശികലക്ക് ക്രിസ്ത്യാനികളെ വേണം, മുസ്ലിമീങ്ങളെ വേണം, പള്ളി വേണം, ചർച്ച് വേണം. എന്തൊരു താഴ്മയായിട്ടാണ് ശശികല നിലവിൽ സംസാരിക്കുന്നത്. പണ്ടത്തെ ശശികല അല്ലേ അല്ല. ശശികലയുടെ നടുക്കുന്ന ഞെട്ടിക്കുന്ന ഒരു വീഡിയോ ദൃശ്യമുണ്ട്. അത് കേട്ടാൽ നിങ്ങളും ഞെട്ടും. അതായത് സതീശൻ, മുഖ്യമന്ത്രി സതീശന് ഇത്രയും പേടിയാണോ ശശികല? അതായത് ഞാനും നിങ്ങളും സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് കണ്ടു. വർഗീയത പറഞ്ഞാൽ, ആര് പറഞ്ഞാലും, ശശികല പറഞ്ഞാലും, മുസ്ലിമീങ്ങൾ പറഞ്ഞാലും, ക്രിസ്ത്യാനികൾ പറഞ്ഞാലും, ആര് പറഞ്ഞാലും അതിന് തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതായിട്ടൊരു പോസ്റ്റ് ഞാൻ നിങ്ങളും കണ്ടു. അതിനെ തുടർന്ന് ശശികല മാറുകയാണ്. എന്താ അല്ലേ? ആ ഒരു വീഡിയോ ഞാനിപ്പോൾ വെച്ച് തരാം. ഓക്കെ, അതിനു മുമ്പ് എൻ്റെ കുറേ ഫ്രണ്ട്സ് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചത്, എന്തിനാണ് ബ്രോ BJPയെ വിമർശിക്കുന്നത്? BJP നല്ലൊരു പാർട്ടിയല്ലേ, അതിന് എന്തിന് വിമർശിക്കുന്നു എന്ന് ചിലർ പറയുന്നുണ്ട്. അതിനുള്ള മറുപടി ആദ്യം കൊടുക്കാം. നിങ്ങൾ ഈ ഒരു വീഡിയോ ആദ്യം കാണണം. ഇവിടെ ശ്രീ PK കുഞ്ഞാലിക്കുട്ടി വളരെ വിചിത്രമായിട്ട് തോന്നിയ ഒരു കാര്യം, സാധാരണ എല്ലാ സർക്കാരിലും ആഭ്യന്തരമന്ത്രിക്കാണ് രണ്ടാം സ്ഥാനം മന്ത്രിസഭയിൽ. ഇവിടെ ശ്രീ PK കുഞ്ഞാലിക്കുട്ടിയാണ് മന്ത്രിസഭയിലെ രണ്ടാമൻ. സംസ്ഥാന ഭരണത്തിൽ മുഖ്യമന്ത്രി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആഭ്യന്തരമന്ത്രിയാണ്. മാത്രമല്ല, കേരളത്തെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞാലിക്കുട്ടിയേക്കാൾ മുൻപേ നിയമസഭയിലും മന്ത്രിസഭയിലും അംഗമായിട്ടുള്ള ഒരാളാണ് ശ്രീ രമേശ് ചെന്നിത്തല. അങ്ങനെയുള്ള ഒരാളെ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളിയത് നൽകുന്ന സന്ദേശം അത് വളരെ ഗൗരവമുള്ള ഒരു സന്ദേശമാണ്. ഇതേ നിലയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ അത് അത്ര നല്ലതായിരിക്കില്ല എന്ന് മാത്രമേ ഞാൻ സൂചിപ്പിക്കുന്നുള്ളൂ. BJP പ്രവർത്തകരെ നാണമുണ്ടോ? ഇങ്ങനെ എന്താണ് പറയുന്നത്? എൻ്റെ പൊന്നു ഈ MLA വി മുരളീധരനോട് ഒരു കാര്യം പറയുകയാണ്. എടാ മുരളീധര, നീ ഒരു MLA, എത്രയോ വർഷങ്ങൾ തോറ്റു പണ്ടാരടങ്ങിയിട്ടാണ് നീ ഒരു MLA ആയത്. അപ്പോൾ നിന്റെ നാട്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്? പാവങ്ങൾ ദുരന്തത്തിലാണോ? പാവങ്ങൾ വലിയ വലിയ പ്രശ്നത്തിലാണോ? ആ പ്രശ്നത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഇങ്ങേർക്ക് മൈക്ക് കൊടുത്തത്. ഇങ്ങേര് പറഞ്ഞത് കുഞ്ഞാലിക്കുട്ടിക്ക് 2ാം സ്ഥാനം, രമേശ് ചെന്നിത്തലയ്ക്ക് 3ാം സ്ഥാനം എന്നാണ്. നിങ്ങൾക്ക് ഭരണം തന്നാലുള്ള പ്രശ്നം ഇതാണ്. നിങ്ങൾ വർഗീയത, പള്ളി, അമ്പലം, ചർച്ച്, നിങ്ങളുടെ ചിന്ത അതാണ്. അത് വളരെ തെറ്റാണ്. ഈ ലോകത്തെല്ലാവരും ഒന്നാണ്, മനുഷ്യന്മാരാണ്. അങ്ങനെ കണ്ട് പഠിക്കണം വി മുരളീധര. മനുഷ്യന്മാരായിട്ട് പഠിക്ക്. ചൈനയെ നോക്ക്, ചൈന എവിടേക്ക് എത്തി വികസിപ്പിച്ചിട്ട്. നരേന്ദ്രമോദി പള്ളി, അമ്പലം, ചർച്ച് എന്ന് പറഞ്ഞ് നടക്കുന്നു. ഇന്ത്യ ഇവിടെ തന്നെ ബാക്കിയാണ്. നിങ്ങളുടെ നാട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിച്ചു കൊടുക്കാനാണ് നിങ്ങൾ MLA ആക്കിയത്. അല്ലാതെ ആർക്ക് 2ാം സ്ഥാനം, ആർക്ക് 3ാം സ്ഥാനവും നല്ല മുരളീധര. നീയൊക്കെ ഇതൊക്കെ എങ്ങനെയാണ്, എപ്പോഴാണ് പഠിക്കുന്നത് മുരളീധര? നാണമുണ്ടോ? ഉളുപ്പുണ്ടോ? ഓക്കെ, പൊന്നു മനുഷ്യന്മാരെ, നമ്മുടെ നല്ല വായിക്കുന്നെങ്കിലും നമ്മുടെ എന്ന് പറഞ്ഞാൽ ശശികല വിഷം കാറുന്നല്ല, പേടിച്ച് വിറച്ചിട്ട് ചില കാര്യങ്ങൾ പറയുന്ന ആ ദൃശ്യം നിങ്ങൾ കാണണം. അതിനുശേഷം VD സതീശൻ ശശികലക്ക് തക്കതായിട്ടുള്ള മറുപടി കൊടുക്കുന്നുണ്ട്. VD സതീശനാണ് ശശികലക്ക് മറുപടി കൊടുക്കുന്നത്. ആ ഒരു മറുപടി ഞാൻ വെച്ച് തരാം. ആദ്യം ശശികല പറയുന്നത് നിങ്ങൾ കേൾക്കണം. അതിനു മുമ്പ് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് തീർച്ചയായിട്ടും ചെയ്യണം. കാരണം ഇവറ്റകൾ ഇങ്ങനെ വിഷം കാറുന്നത് 4 ആൾക്ക് അറിയണം. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ശശികല പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കണം. എൻ്റെ ആ നാട്ടുകാരും ഞാനും തമ്മിലൊരു ഇഷ്യൂ ഉണ്ടായിട്ടില്ല. എൻ്റെ സ്റ്റുഡൻസ് ആയിട്ട് ഉണ്ടായിട്ടില്ല, സഹപാഠികളുമായിട്ട് ഉണ്ടായിട്ടില്ല, ഞാനും എൻ്റെ അയൽക്കാരുമായിട്ട് ഉണ്ടായിട്ടില്ല. അപ്പോൾ എവിടെയാണ് ആ വിരുദ്ധത? ഞാനും അവരും തമ്മിൽ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടില്ല. ടീച്ചർ എന്ന് പറയുന്ന സമയത്ത് അവർക്ക് മുസ്ലിം വിരുദ്ധത അല്ലെങ്കിൽ മറ്റു മതക്കാരോടൊരു വിരുദ്ധത ഉണ്ട് എന്നുള്ള രീതിയിലേക്കാണ് വരുന്നത്. ഇപ്പം ഞാൻ ഇവിടെ താമസിക്കുന്നത്, എൻ്റെ ചുറ്റും മുസ്ലിങ്ങളാണ്. ഇവിടെ ഹിന്ദുക്കൾ വളരെ കുറവാണ്. എൻ്റെ മക്കളെ വീടുണ്ട്, എൻ്റെ ഒരു വീടുണ്ട്. ബാക്കി ഇതെല്ലാം ഞങ്ങൾ ഈ സ്ഥലം എടുത്തൊക്കെ മുസ്ലിംസ്. ഞങ്ങളൊരു വീടായിട്ടാണ് കഴിയുന്നത്. ഇവിടെ ഉള്ളവർ ഞങ്ങളൊരു ഒറ്റ വീടായിട്ടാണ് കഴിയുന്നത്. 54 കുട്ടിയിൽ ഞാനൊരു ഹിന്ദു കുട്ടിയായിരുന്നു. ബാക്കി 53 മുസ്ലിം കുട്ടികളുടെ ഇടയിലാണ് ഞാൻ പഠിച്ചത്. ഒരു ആഗസ്റ്റ് വരെ ഞങ്ങൾ ഒരു 5-8 കുട്ടികളുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒരു ക്ലാസ്സും കൂടെ, ഒരു ഡിവിഷനും കൂടി ഉണ്ടാക്കിയപ്പോൾ ബാക്കി എല്ലാ കുട്ടികളും മറ്റേ ഡിവിഷനിൽ പെട്ടു. ഞാൻ മാത്രമേ ഡിവിഷനിൽ പെട്ടു. അത് പെൺകുട്ടികളുടെ മാത്രം ഡിവിഷനായിരുന്നു. അതിൽ ബാക്കി എല്ലാം മുസ്ലിം പെൺകുട്ടികളായിരുന്നു. അവരൊക്കെ ഇപ്പോഴും ഞങ്ങൾ പലരുമായിട്ട് ബന്ധപ്പെടാറുണ്ട്.
ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യം അവർ പലരും വീട്ടുകാർക്ക് തന്നെ അറിയാം ഞങ്ങളെ കാര്യങ്ങൾ അന്വേഷിക്കാനും. അവിടെ തന്നെയാണ് വർക്ക് ചെയ്ത് അതേ സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ ഏറെക്കുറെ ഒരു മോർ ദാൻ 90%, ഞങ്ങൾ പലപ്പോഴും 92 ഒക്കെ പല വർഷമാണ് മുസ്ലിം കുട്ടികൾ. അവിടെയാണ് ഞാൻ പഠിപ്പിച്ചത്. 36 കൊല്ലാണ് പഠിപ്പിച്ചത്, ചില്ലറ കൊല്ലല്ല. അപ്പോൾ എവിടെയാണ് ആ വിരുദ്ധത? ഞാനും അവരും തമ്മിൽ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടില്ല. ആ നാട്ടുകാരും ഞാനും തമ്മിലൊരു ഇഷ്യൂ ഉണ്ടായിട്ടില്ല. എൻ്റെ സ്റ്റുഡൻസായിട്ടുണ്ടായിട്ടില്ല. ഞാനും എൻ്റെ മറ്റേ സഹപാഠികളുമായിട്ടുണ്ടായിട്ടില്ല. ഞാനും എൻ്റെ അയൽക്കാരുമായിട്ടുണ്ടായിട്ടില്ല. ഇവിടെയാണല്ലോ നമ്മുടെ ഇത്ര എന്തൊക്കെയാ നമ്മൾ ഈ കാണുന്നത്? ആരാണ് ഈ പറയുന്നത്? ശശികളയാണ്. ആരാണ് ശശികള? ശശികൾക്ക് നല്ലവരായ ഹൈന്ദവരെ കാണാൻ പറ്റുന്നില്ല. ശശികൾക്ക് നല്ലവരായ മുസ്ലിമീങ്ങളെ കാണാൻ പറ്റുന്നില്ല. ശശികൾക്ക് നല്ലവരായ ക്രിസ്ത്യാനികളെ കാണാൻ പറ്റുന്നില്ല. ശശികൾ ടീച്ചറാണ് അത്ര. എന്ത് ടീച്ചർ? ശശികള പറയുന്നത് മതം 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 എന്നാണ്. ശശികള എന്താ ഇപ്പൊ മാറ്റി പറയേണ്ടി വന്നില്ലേ? പേടിച്ചിട്ടല്ലേ മാറ്റി പറയുന്നത്? ഓക്കെ, VD സതീശന് ഇവർക്ക് തക്കതായിട്ടുള്ള മറുപടി കൊടുക്കുന്നുണ്ട്. പഴയതാണ്, എന്നാലും നിങ്ങളൊന്ന് കേൾക്കണം. ഓക്കെ, ഈ ടീച്ചർ പ്രസംഗിക്കുന്നതും ഈ സംഘപരിവാർ നേതാക്കന്മാർ പ്രസംഗിക്കുന്നതും BJPയുടെ പല നേതാക്കന്മാർ പ്രസംഗിക്കുന്നതും അത് കേട്ട് ഈ വെള്ളാപ്പള്ളി നടേശൻ പ്രസംഗിക്കുന്നതും ഒക്കെ കേട്ടാൽ ഇവരൊക്കെ എത്ര വലിയ മാന്യരായിട്ടാണ് വന്ന് സംസാരിക്കുന്നത്. ടീച്ചറെ, എനിക്ക് വലിയ സങ്കടമുണ്ട്. ടീച്ചർ ആരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടികൾ ഇത് കേട്ടാണല്ലോ പഠിച്ചതെന്നുള്ള സങ്കടം എനിക്കുണ്ട്. കാരണം ഇവർ എന്റെ നിയോജക മണ്ഡലത്തിൽ പറവൂര് വന്ന് പ്രസംഗിച്ച് എന്താണെന്ന് ഞാൻ പറയാം. ഞാനന്ന് ഹരിത MLA എന്ന് മാധ്യമങ്ങളെല്ലാം പറയുന്ന കാലത്ത് ഇയാളുടെ ഹരിതം എന്ന് പറയുന്നത് പച്ചയാണ്, മുസ്ലിമിന്റെ പച്ചയാണ് എന്ന് പൊതുയോധി പ്രസംഗിച്ചാണ്. ഇവരെന്തും പറയും. ഇവരുടെ നാവിൽ നിന്ന് വർഗീയ വിഷമാണ് ചീറ്റുന്നത് എന്ന് പറയാൻ എനിക്ക് വിഷമമുണ്ട്. അവരെ മുമ്പിൽ ഇരുന്നു അവരുടെ മുഖം കണ്ടുകൊണ്ട് അത് പറയാൻ എനിക്ക് വിഷമമുണ്ട്. ഇവരുടെ എല്ലാ പ്രസംഗങ്ങളും വർഗീയ വിഷം ചീറ്റുന്ന പ്രസംഗങ്ങളാണ്. ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയുന്നതാണ് ഇവരുടെ പ്രധാനപ്പെട്ട പരിപാടി. ആളുകളുടെ ഇടയിൽ ആ വിഷമമുണ്ടാക്കി, പ്രയാസമുണ്ടാക്കി, അവരുടെ മനസ്സിൽ ആ വിഷം കുത്തിവെച്ച് മറ്റുള്ള മതവിഭാഗങ്ങളോട് ശത്രുത തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഇല്ലാത്ത പൊളിവചനങ്ങൾ പറയുക. ഇവരുടെ പ്രസംഗങ്ങൾ നികേഷ് കേട്ടുകയാണല്ലോ. ഇവരുടെ പ്രസംഗങ്ങൾ കേരളത്തിൽ എല്ലായിടത്തും ഉണ്ട്. ഇപ്പോ രക്ഷാപ്രവർത്തനത്തെ കുറിച്ച് പറഞ്ഞതെന്നാണ് ഇവർ പറയുന്നത്. വഴിയരിയിലൂടെ പോയ ഒരാളുടെ മുണ്ട് പറിച്ചെടുത്ത് നൗഷാദ് രക്ഷിക്കണമെന്ന് പറയും. അതൊന്നുമല്ല, അതിന്റെയൊക്കെ അപ്പുറം ഇവർ പറഞ്ഞിട്ടുണ്ട്, ഇഷ്ടം പോലെ പറഞ്ഞിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടീച്ചർ എന്നുള്ള നിലയിൽ നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ സംസാരിക്കരുത്. കേരളത്തിലെ എത്രയോ ആളുകളുടെ ഒരു അപകടത്തിൽ പരിക്കേറ്റ ജീവത്യാഗം ചെയ്ത ഒരാൾക്ക് ഗവൺമെന്റ് ധനസഹായം കൊടുത്തപ്പോൾ ഇതുവരെ വെള്ളത്തിൽ ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചവരുടെ കണക്കെടുക്കുകയാണ് അവർ. നൗഷാദ് ആ നൗഷാദ് എന്നുള്ള പേരുപയോഗിച്ചുകൊണ്ട് അത് കേരളത്തിൽ വിൽക്കാൻ ശ്രമിക്കുകയാണ്. അത് കേരളത്തിൽ ഓടില്ല. ഇത് മതേതര കേരളമാണ്. നിങ്ങളുടെ ഈ അത്രമാത്രം വിഷമാണ് നിങ്ങൾ ചീറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു അജണ്ടയാണ്. ഇതിപ്പോ VD സതീശനാണെങ്കിലും ഉണ്ണിത്താനാണെങ്കിലും അവർ വന്നിരിക്കുന്നത് ശശികല ടീച്ചറുടെ പ്രസംഗത്തെ പറ്റി ഒരു കാടടച്ച് വെടിവെച്ചാൽ, കാരണം അവരുടെ മുന്നിൽ ജനങ്ങൾ വരില്ല. എന്റെ മുന്നിൽ വരുന്ന ജനങ്ങളെ അകറ്റാൻ ഈ TV-യിലൂടെ മാത്രമേ സാധിക്കുള്ളൂ. അവർക്ക് ഇതേ ഒരു അത്താണിയുള്ളൂ. ഇവിടെ ഇരുന്നുകൊണ്ട് അവർക്ക് ബഹളം വെക്കാം. മറിച്ച് ഞാൻ പറയുന്ന കാര്യങ്ങൾ തെറ്റാണെങ്കിൽ എന്റെ മുന്നിൽ ജനങ്ങൾ വരില്ല. കേരളത്തിലെ ജനങ്ങൾ അത്ര വിഡ്ഢികളല്ല. അപ്പൊ അവരെ സ്വീകരിക്കുന്ന ഇതിന്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് എന്റെ പ്രസംഗത്തെ ഒരു അജണ്ടയാക്കി ചർച്ച ചെയ്താൽ അതിന് രക്ഷപ്പെടാന്ന് വിചാരിക്കേണ്ട. ഇതൊരു ഹിഡൻ അജണ്ടയുടെ ഭാഗമാണ്. ഉണ്ണിത്താനാണെങ്കിലും സതീശനാണെങ്കിലും വിഷയം അറബിക്കടലിലെ ഉപ്പാണെങ്കിലും സുനാമി ആണെങ്കിലും ഉടനെ ശശികല ടീച്ചറുടെ CD എന്ന് പറഞ്ഞ് അതിന്റെ മേക്കോട്ട് വരുന്ന ഇതൊരു അജണ്ടയാണ്. ടീച്ചറോട് ഒരു കാര്യം പറയാനുള്ളതേ, ഞങ്ങളൊക്കെ ജനക്കൂട്ടത്തെ കണ്ടു വളർന്ന ആളുകളാണ്. ഞങ്ങളൊക്കെ ആകാശത്ത് നിന്ന് പൊട്ടി വീണ ആളുകളൊന്നുമല്ല, ഓട് പൊളിച്ച് കയറി വന്ന ആളുകളൊന്നുമല്ല. ഞങ്ങളൊക്കെ ജനപ്രതിനിധികളായിട്ട് ഇരിക്കുന്നത് ജനങ്ങളുടെ പിന്തുണയോട് കൂടിയാണ്. ആളുകളെ കണ്ടാണ് ഞങ്ങൾ വളർന്നത്. ആളുകളോട് ഞങ്ങൾ സംസാരിച്ചാണ് വളർന്നത്. നിങ്ങളുടെ മുമ്പിലുള്ള ആൾക്കൂട്ടം മാത്രമല്ല ആൾക്കൂട്ടം. ഞങ്ങളും ആൾക്കൂട്ടത്തോട് സംസാരിച്ച് ഞങ്ങളും ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ആളുകളാണ്. നിങ്ങൾ പോയി പ്രസംഗിക്കുന്ന മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ആൾക്കൂട്ടത്തിന്റെ കണ്ണീരൊപ്പിയും അവരുടെ സങ്കടങ്ങൾ മാറ്റി പ്രവർത്തിക്കുന്ന ജനപ്രതിനിധികളാണ്. ആൾക്കൂട്ടത്തിന്റെ കണക്ക് വെക്കരുത്. വർഗീയ വിഷം ചീറ്റുമ്പോൾ, ആളുകളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുമ്പോൾ, അതിനെ ഉത്തേജിപ്പിക്കുമ്പോൾ ആൾക്കൂട്ടമൊക്കെ ഉണ്ടാവും. ആ ആൾക്കൂട്ടത്തോടാണ് ഞങ്ങൾ പറയുന്നത്, ആ ജനങ്ങളോടാണ് ഞങ്ങൾ പറയുന്നത്. ഇവർ നടത്തുന്നത് കള്ള പ്രചരണമാണ്. ക്ഷേത്രങ്ങളുടെ കാര്യമായി ബന്ധപ്പെട്ട് ഇവർ പറയുന്നതിൽ ഒരടിത്തറയുമില്ല, ഒരടിസ്ഥാനവുമില്ല. കേരളം മുഴുവൻ ശശികല ടീച്ചർ പറഞ്ഞു നടന്നത് പച്ചക്കള്ളമാണ്. ആ കള്ളത്തരമാണ് ഇന്ന് നിയമസഭയിൽ ദേവസ്വം മന്ത്രിയുടെ വെളിപ്പെടുത്തലോടുകൂടി പൊളിഞ്ഞു വീണത്. ഓക്കെ, ശശികളൊക്കെ പണ്ടേ VD സതീശൻ കൊടുത്തതാണ്. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ
എന്തിനാണ് ശശികല ടീച്ചർ എന്നല്ല ശശികല വിഷമം ഇങ്ങനെ വർഗീയത പറയുന്നത്? നാണമുണ്ടോ? ഉളുപ്പുണ്ടോ? നമുക്ക് മരിക്കാനില്ലേ? നമ്മളല്ലെങ്കിൽ ഒരു 2000 വർഷം ഇവിടെ ജീവിക്കാനായിട്ട് വന്നവരാണോ? നിങ്ങളൊക്കെ മനുഷ്യന്മാരാണോ? എൻ്റെ പൊന്നു മനുഷ്യന്മാരെ, ഞാൻ ആര് വർഗീയത പറയുന്നുണ്ടെങ്കിൽ ഞാൻ വിമർശിക്കുന്ന ഒരാളാണ്. ഇനി മേലിൽ ശശികല ഇങ്ങനെ വർഗീയത തുപ്പരുത്. ഈ ഒരു കോണ്ടന്റ് എടുക്കാൻ കാരണം അവർ പേടിച്ച് വിറച്ചിട്ട് അങ്ങനെ പറഞ്ഞത് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ തൽക്കാലം വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോ ഇടാൻ വരാം. ഓക്കെ, ബൈ.